ബി.ജെ.പി. കോടികൾ ഇവിടെ ഒഴുക്കിക്കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വളരെ വ്യാപകമായിട്ട് കവറിൽ പണമിട്ട് കൊടുത്തുകൊണ്ടും ഗൂഗിൾ പേ ചെയ്തു കൊടുത്തുകൊണ്ടും വളരെ വ്യാപകമായി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ ശോഭ അവിടെ ശോഭ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നേരിട്ട് സ്ഥാനാർത്ഥി തന്നെ പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പത്രങ്ങളിൽ വന്നിരിക്കുകയാണ്. ബി.ജെ.പി. ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ നേർചിത്രമാണ് ഈ കാച്ചേരിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു അച്ചാർ കമ്പനിയാണ്. അച്ചാർ കമ്പനിയിൽ പലവ്യഞ്ജനത്തിൻ്റെ കാര്യം എന്താണ്? അച്ചാർ കമ്പനി ബി.ജെ.പി. നേതാവിൻ്റെ അച്ചാർ കമ്പനിയാണ്. ബി.ജെ.പിയുടെ കൗൺസിലറായിട്ട് മത്സരിച്ചാൽ അച്ചാർ കമ്പനിക്കകത്ത് രണ്ട് തവണകളായി ലോഡ് കണക്കിന് സാധനങ്ങൾ കയറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? CCTV ക്യാമറ പരിശോധിക്കണം, ഈ കമ്പനി അടയ്ക്കണം. മാത്രമല്ല ഇത്തരം പ്രവണത എത്ര തവണ ഇപ്പോൾ ഒളരിയിൽ ഒളരിയിൽ അത് കേസെടുത്തു. പക്ഷേ ഇവർക്ക് കേസെടുക്കുന്നൊരു പ്രശ്നമല്ല. കാരണം ഇവർ ഇലക്ഷൻ കമ്മീഷൻ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഞാൻ പുറത്തേക്കിറങ്ങാം. ഇത്തരം സംഭവങ്ങൾ നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലായി ബി.ജെ.പി. വളരെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ പ്രലോഭിപ്പിക്കാനും സത്യത്തിൽ ഇത് കേരളത്തിൽ ജനങ്ങളെ അപമാനിക്കുകയാണ്. വോട്ടർമാരായിരിക്കുന്ന ആളുകൾ പണം കൊടുത്താൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും എന്ന നിലയിലുള്ള ജനങ്ങളല്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ കാലം മുതൽ തുടങ്ങിയതാണ്. 2024 ഈ ശിവരാമപുരം എന്ന് പറയുന്ന ഒളരിയിലെ ഒരു ഉന്നതിയിൽ 2000 രൂപ വെച്ച് കൊടുത്ത സംഭവം ഉണ്ടായി. അതിപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി.ജെ.പി. കരുതുന്നത് എന്താണ്? പണം കൊടുത്ത് ഈ ഇലക്ഷൻ ജനങ്ങളെ അട്ടിമറിക്കാമെന്നാണോ? അത് നടക്കാൻ പോകുന്നില്ല. ഇത് കേരളമാണ്. അല്ല, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം ഒരു നനഞ്ഞ സമീപനാണ്. ഞാൻ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ അട്ടിമറിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടതാണോ? ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നുണ്ട്, സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം തീർന്നിട്ടില്ല. ഈ ഒരു പ്രവണതയുടെ പിന്നിൽ അവരുടെ പിന്നിൽ വലിയൊരു സപ്പോർട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടാണ്, ബി.ജെ.പിയുടെ സപ്പോർട്ടാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രി മറുപടി അദ്ദേഹത്തിന് മണ്ഡലമാണല്ലോ അത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിന് മറുപടി പറയണം. ഈ പണം ഒഴുക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ കേന്ദ്രമന്ത്രിമാരാണ്. കേന്ദ്രമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന പണത്തിന് മുഴുവൻ പിന്നിൽ ഈ കള്ളപ്പണം മുഴുവൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ബി.ജെ.പിയുടെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കന്മാർ. ഇവിടെ LDF ജയിക്കും എന്ന് വന്നപ്പോൾ അതിന് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ബി.ജെ.പി. ഇക്കാര്യത്തിന് മറുപടി പറയണം. ഇത് ചെയ്യുന്നതിന് പിന്നിൽ ബി.ജെ.പിയാണ്. ബി.ജെ.പിയുടെ പണക്കൊഴുപ്പാണ്. കോടിക്കണക്കിന് രൂപ കണ്ടെയ്നറുകൾ വന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ പെട്ടികളിലാക്കി കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന 2024 മാനിപ്പുലേറ്റഡ് വിക്ടറി ഇവിടെ ആവർത്തിക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. വ്യക്തമാണ്. നേരത്തെ തന്നെ LDF നേതാക്കൾ, CPM നേതാക്കൾ ആരോപിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ പണാധിപത്യത്തിന്റെ ഒരു നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ VS സുനിൽകുമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടും നിർബാധം അത് തുടരുന്നു എന്നുള്ള നിലയിലാണ് പറയുന്നത്. സജീവമായി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ട സംഭവവികാസങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റിടങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലും ഇതേ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആരോപണമായി നേരത്തെ തന്നെ LDF ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പോലീസിന്റെയും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ നടന്ന സംഭവത്തിലും അതോടൊപ്പം തന്നെ വാടാനപ്പള്ളിയിൽ നടന്ന സംഭവത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മൂന്നാമതാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ, തൃശ്ശൂർ മണ്ഡലത്തിൽ രണ്ടാമതും ജില്ലയിൽ മൂന്നാമതുമാണ് ഇത്തരത്തിലൊരു കിറ്റ് വിവാദം ഉയർന്നിരിക്കുന്നത്. അത് പാലക്കാട്ടെ പണം കൊടുത്തുകൊണ്ടുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ആരോപണം തൃശ്ശൂരിൽ വീണ്ടും ഉണ്ടാകുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഇത് തുടർച്ചയായ മൂന്നാം വട്ടം
ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടും BJP നേതാക്കളോ BJP നേതൃത്വമോ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. ഇത്തവണയും BJP നേതാവുമായി ബന്ധമുള്ള ആളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടക്കുന്നത്. മുൻപ് BJPയുടെ കൗൺസിലറായ തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒളരിയിൽ നടന്നു. BJP അനുഭാവിയായിട്ടുള്ള പ്രവീൺജിത്തിന്റെ സ്ഥാപനത്തിലാണ് വാടാനപ്പള്ളിയിൽ നടന്നത്. ഇപ്പോൾ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവായ അബിൻസിന്റെ സഹോദരൻ അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കിറ്റ് വിതരണം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും സംഭവത്തിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി.